ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണേ. ഒരു സ്റ്റോറി പറയാ. എന്താണ് കഥയുടെ പേരെന്നറിയോ? എന്താണ്? അനുസരണയില്ലാത്ത കോഴിക്കുഞ്ഞ്. നിങ്ങൾക്ക് എല്ലാവർക്കും അനുസരണ ഉണ്ടോ? അമ്മ പറയുന്നൊക്കെ അനുസരിക്കാറുണ്ടോ നിങ്ങള്? ഉണ്ടോ? എല്ലാവർക്കും അനുസരണയില്ല മക്കളാ? ആണോ? അപ്പൊ കോഴിക്കുഞ്ഞിന് എന്താ പറയാ? പണ്ട് പണ്ട് ഒരിടത്തൊരു തള്ളക്കോഴിയും ഒരു കുഞ്ഞിക്കോഴി ഉണ്ടായിരുന്നു. ഈ കോഴിക്കുഞ്ഞിന് എന്താ പറയുക? എന്താ ഇംഗ്ലീഷ് പറയുക കോഴിക്കുഞ്ഞിനെ? ചിക്ക് എന്ന് പറയൂ അല്ലേ? ചിക്ക്. തള്ളക്കോഴിക്കോ എന്താ പറയാ? ആർക്കറിയാം എന്താ കോഴിക്ക് പറയാ? ആർക്കെങ്കിലും അറിയാൻ കൈ പൊക്കിക്കോ. എന്താ അലിയ? എന്താ കോഴിക്ക് പറയുന്നത് ഇംഗ്ലീഷിൽ? ഹെൻ അല്ലേ? ഓക്കെ. അപ്പൊ കോഴിക്കുഞ്ഞിക്ക് എന്താ പറയുക? ചിക്ക് അല്ലേ? ഓക്കെ. അങ്ങനെ എന്താ ഇപ്പം പറഞ്ഞത് ആദ്യം? പണ്ട് പണ്ട് ഒരിടത്ത് ഒരു അമ്മക്കോഴിയും ഒരു കുഞ്ഞിക്കോഴിയും ഉണ്ടായിരുന്നു. നിങ്ങളെ പോലെ നിങ്ങളും അമ്മയും കുഞ്ഞുമായിട്ട് ഇങ്ങനെ നല്ല മക്കളായിട്ട് നിങ്ങൾ അനുസരണയുള്ള കുട്ടികളല്ലേ? അനുസരണയോടെ നല്ല കുഞ്ഞുങ്ങളായിട്ടാണ് നിങ്ങൾ വളരുന്നത് അല്ലേ? അപ്പൊ ആ കുഞ്ഞു അങ്ങനെ ആയിരുന്നു അല്ലേ? നല്ല അനുസരണയില്ല കുഞ്ഞിക്കോഴി ആയിരുന്നേ ചിക്ക് അല്ലേ? അപ്പൊ അങ്ങനെ അവരിങ്ങനെ അമ്മയും കുഞ്ഞിങ്ങനെ സന്തോഷത്തോടെ അമ്മ പറയുന്നൊക്കെ അനുസരിച്ചായിരുന്നു കുഞ്ഞ് ജീവിച്ചിരുന്നത് അല്ലേ? മക്കൾ അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങൾ അനുസരിക്കാറുണ്ടോ അമ്മയെ? ഇല്ലാത്തവരൊന്ന് കൈപൊക്കിയേ. അനുസരിക്കാത്തവര് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? എല്ലാവരും നല്ല മക്കളാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? എല്ലാരും പറയുന്ന അനുസരിച്ചിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ? പക്ഷെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്ത് ചെയ്തു? ഈ കുഞ്ഞിക്കോഴിക്ക് എന്ത് കണ്ടു? ആരെ കണ്ടു എന്നറിയോ? ഒരു കുഞ്ഞി താറാവിനെ കണ്ടു അല്ലേ? ഇങ്ങനെ അലഞ്ഞു നടന്നു വരുന്ന ഒരു കുഞ്ഞി താറാവിനെ ആര് കണ്ടു? ഈ കുഞ്ഞിക്കോഴി കണ്ടു. നിങ്ങൾ എല്ലാരും ഫ്രണ്ട് കളിക്കാനൊക്കെ വന്നാൽ നിങ്ങൾ എവിടെയൊക്കെയോ പോകും അല്ലെ? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. കളിക്കാൻ രാവിലെ ഇറങ്ങിയാൽ വേണമെങ്കിൽ എന്താവും? വൈകുന്നേരേ വീട്ടിലെത്തും അല്ലേ? ഭക്ഷണം കഴിക്കൂല, പഠിക്കാനിരിക്കൂല അല്ലെ? ഇങ്ങനെ കറങ്ങി നടക്കും. അങ്ങനെയും ചെയ്യാറുണ്ട് അല്ലെ ചില കുട്ടികള്? ഉണ്ടോ? അപ്പൊ അങ്ങനെ ഈ കുഞ്ഞിക്കോഴി എന്ത് ചെയ്തു? താറാവിനെ കണ്ട സമയത്ത് ഈ താറാവിന് എന്താ പറയുക? ഇംഗ്ലീഷിൽ എന്താ പറയുക? താറാവിന് എന്ത് പറയും? അറിയോ ആർക്കെങ്കിലും? എന്താ പറയാ റിഹാനെ? എന്താ പറയാ താറാവിന് ഇംഗ്ലീഷില്? ഡക്ക്. ഓക്കെ, ഡക്ക് അല്ലേ? ഡക്ക്. അപ്പൊ താറാവിന്റെ കുഞ്ഞിനെന്താ പറയൂന്നറിയോ? അറിയോ? ആർക്കറിയാം? ആർക്കെങ്കിലും അറിയോ? ഡക്ലിംഗ് അല്ലേ? ഓക്കെ. അപ്പൊ താറാവിന്റെ കുഞ്ഞ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിന് കണ്ടേരം ആർക്ക് തോന്നി? ഈ കുഞ്ഞിക്കോഴിക്ക് തോന്നി എനിക്കും ഇങ്ങനെ അവരുടെ കൂടെ നടക്കണം തോന്നി, കളിക്കാൻ ഇങ്ങനെ പോണെന്ന് അല്ലേ? അങ്ങനെ അവരെന്ത് ചെയ്തു? ഒരു നദിക്കരയിലേക്ക് നടന്നു അല്ലേ? ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ കളിച്ചുല്ലസിച്ചിട്ട് ആരൊക്കെ? ചിക്കും ഡക്ലിങ്ങും അല്ലെ? രണ്ടുപേരും ഇങ്ങനെ നദിക്കരയിലൂടെ നടന്നു. അപ്പോ അമ്മ പറയുന്നത് അനുസരിക്കാതെയാണ് ഇപ്പൊ പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ സമയത്ത് നടക്കുന്ന സമയത്ത് എന്തായി? ഒരു വലിയ ഈഗിള് വന്നു അല്ലെ? പരുന്ത് ഇങ്ങനെ വന്നു. അപ്പൊ എന്തായി? ഈ ഡക്ലിങ് എന്ത് ചെയ്തു എന്നറിയോ? താറാവിന്റെ കുഞ്ഞ് എന്ത് ചെയ്തു? വേഗം നദിയിലേക്ക് പറന്ന് അവിടുന്ന് ഇങ്ങനെ നീന്തി കളിക്കാൻ തുടങ്ങി. അപ്പൊ ആര് രക്ഷപ്പെട്ടു? താറാവിന്റെ കുഞ്ഞിങ്ങനെ നദിയിലേക്കൂടെ നീന്തി രക്ഷപ്പെട്ടു. പക്ഷെ ഈ കോഴിക്കുഞ്ഞില്ലേ നമ്മുടെ ചിക്കിന് എന്താവും? വെള്ളത്തിൽ പോയാൽ നീന്താൻ പറ്റുമോ? കോഴിക്കുഞ്ഞിക്ക് നീന്താൻ പറ്റുമോ? ഇല്ല അല്ലേ? വെള്ളത്തിൽ പോയാൽ മുങ്ങിപ്പോകും. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിങ്ങനെ ഓടി ഒളിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അമ്മക്കോഴിയാണല്ലേ, സാധാരണ തള്ളക്കോഴിയാണ് ഈ കുഞ്ഞിനെ സംരക്ഷിക്കാറുള്ളതല്ലേ? അപ്പൊ തള്ളക്കോഴി ഇല്ല അടുത്ത്. കുഞ്ഞിങ്ങനെ അലഞ്ഞു തിരിയാൻ നടന്നില്ലേ? അപ്പൊ എന്തായി? അമ്മക്കോഴി ഉണ്ടായിരുന്നില്ല കൂടെ.
അപ്പോ ഈ കുഞ്ഞിക്കോഴിക്ക് എന്ത് ചെയ്തു? എവിടെയും പറന്നൊളിക്കാനോ ഓടി ഒളിക്കാനോ ഒന്നും പറ്റിയില്ല അല്ലെ. തള്ളക്കോഴിയാണ് ഇതിനെ സംരക്ഷിച്ചിട്ട് തള്ള ചിറകിന്റെ അടിയിൽ ഇങ്ങനെ സംരക്ഷിക്കല് താരാ? തള്ളക്കോഴിയാണല്ലേ. നിങ്ങളെ അമ്മ നിങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഈ തള്ളക്കോഴിയാണ് കുഞ്ഞിനെ എപ്പോഴും സംരക്ഷിച്ച് നിർത്തുന്നത്. അപ്പൊ ഈ ഈഗിളിന്റെ പിടിയിൽ നിന്ന് തള്ളക്കോഴിനെ അല്ല കുഞ്ഞിക്കോഴിനെ സംരക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായി? ഈ ചിക്കില്ലേ, കുഞ്ഞിക്കോഴിനെ ഈഗിള് റാഞ്ചി കൊണ്ടുപോയി. പരുന്ത് റാഞ്ചി കൊണ്ടുപോയി. അപ്പൊ എന്തായി? കുഞ്ഞിക്കോഴി പോയല്ലേ. ആ പരുന്ത് റാഞ്ചി എടുത്ത് കൊണ്ടുപോയി. അപ്പൊ എന്താണ് ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് പഠിക്കേണ്ട പാഠം? എന്താണ് പഠിക്കേണ്ടത്? ഈ കഥയിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ? തള്ളക്കോഴിയുടെയും കുഞ്ഞിക്കോഴിയുടെയും പരുന്തിന്റെയും ഒക്കെ താറാവിന്റെ ഒക്കെ ഈ കഥ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, ആർക്കും ഒന്നും മനസ്സിലായില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായോ? ഒന്ന് കൈപൊക്കിയേ. അഞ്ജിതക്ക് മനസ്സിലായി. എന്താ അഞ്ജിത മനസ്സിലായത്? അഞ്ജിത അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. അൻവിത മിസ് തെറ്റിപ്പോയതാണ്. എന്താണ്? ഓക്കെ, കറക്റ്റ്. അമ്മ പറയുന്നത് എന്ത് ചെയ്യണം? അനുസരിച്ച് നമ്മൾ ജീവിക്കണം അല്ലേ. നമ്മുടെ പാരന്റ്സും മുതിർന്നവരും പിന്നെ ആരാ? ടീച്ചേഴ്സും ഒക്കെ പറയുന്നത് എന്ത് ചെയ്യണം? നമ്മള് അനുസരിക്കണം അല്ലെ. അനുസരിച്ചിട്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ? ജീവിതത്തിൽ വിജയം ഉണ്ടാവൂ അല്ലെ. ഇപ്പൊ മാതാപിതാക്കളും പിന്നെ ടീച്ചേഴ്സ് ഗുരുക്കന്മാരും ഒക്കെ പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. അതല്ലേ നമുക്ക് അത് അനുസരിക്കാതെ വന്നതുകൊണ്ട്, നല്ല അനുസരണയുള്ള ആളായിരുന്നു ചിക്ക്. പക്ഷെ ഈ താറാവിനെ കൂട്ട് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടന്നു അല്ലെ. അപ്പൊ അനുസരിക്കാത്തത് കൊണ്ട് കുഞ്ഞിക്കോഴിക്ക് എന്താണ്? ചിക്കിന് എന്താ ഉണ്ടായത്? അവന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അല്ലെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം എല്ലാ മക്കളും? മുതിർന്നവര് പറയുന്നത് അനുസരിച്ച് ഏത് കാര്യത്തിലായാലും അല്ലെ, പഠിത്തത്തിലായാലും മറ്റുള്ള എന്ത് കാര്യത്തിലായാലും മക്കൾ എന്ത് ചെയ്യണം? മുതിർന്നവര് പറയുന്നത് അനുസരിച്ച് മുമ്പോട്ട് പോകണം കേട്ടോ. അതാണ് ഈ കഥയോടുകൂടി മിസ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അനുസരണയുള്ള മക്കളായി നാളേക്കുള്ള നല്ല വാഗ്ദാനങ്ങളായി നിങ്ങൾ വളർന്നു വരണം അല്ലെ. ഓക്കെ ആണോ? അങ്ങനെയാണോ? നിങ്ങൾ ചെയ്യുവോ? അമ്മമാര് പറയുന്നത് അനുസരിച്ച് ജീവിക്കോ? ഓക്കെ അല്ലേ. എല്ലാ കാര്യത്തിലും നിങ്ങള് അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് അനുസരിക്കണം അല്ലേ. ഓക്കെ, നല്ല മക്കളായിട്ട് ജീവിക്കണം കേട്ടോ. നല്ല മക്കളായി നാളേക്കുള്ള ഒരു വാഗ്ദാനങ്ങളായി വളർന്നു വരണം. ഓക്കെ. അപ്പോ ഇനിയിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ പേര് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അല്ലെ. ജോണിന്റെ പാട്ടായിരുന്നു പാടിയിട്ടുണ്ടായി, റൈംസ് അല്ലെ. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്വന്തമായിട്ട് പാട്ട് പാടാൻ അറിയോ ആർക്കെങ്കിലും? ഏതെങ്കിലും റൈംസ് നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിച്ച, അംഗൻവാടിയിലൊക്കെ പഠിച്ച ആർക്കെങ്കിലും അറിയോ? നഴ്സറി കാര്യങ്ങളൊക്കെ ആർക്കറിയാം? ആർക്കെങ്കിലും പാടാൻ താല്പര്യമുണ്ടോ? കേൾക്കുന്നുണ്ടോ മിസ് പറയുന്നത്? ഓക്കെ, ഇവിടെ സായകിന്റെ അടുത്ത് ഒരാള് കൈപൊക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, റിത നേരത്തെ പാടിയിട്ടില്ല. റിത ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തിട്ട് പാടിക്കോ. റിതക്കുട്ടി പാടിക്കോ. 1 2 3 4 5 കോഴികൾ രാജാവിന്റെ കൊട്ടാരത്തിൽ കൂട് വെച്ചല്ലോ. റാണി വന്ന് നോക്കിയപ്പോ കുരുവികളാണ്. പാട്ടന്മാര് കുത്തത്തോടെ മറന്നു പോയല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ഇനി ആർക്കെങ്കിലും പാട്ട് പാടുന്ന താല്പര്യമുണ്ടോ? സായക്ക് നേരത്തെ കൈവരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ സായക്ക്. ജോണി യെസ് പാപ്പ. എനിക്ക് സുഖമാണ് പാപ്പ.
Smelling like no papa. Ha ha. Open your mouth. Ha ha ha. Okay. Okay, ഇനി ആർക്കാ പാടേണ്ടത്? ധൻദേവ് അൺമ്യൂട്ട് ചെയ്തോ. ധൻദേവ് അൺമ്യൂട്ട് ചെയ്തോ. പാടിക്കോ. Okay, very good. Next, Dion. കുഞ്ഞാളിക്കല്ലോ കോടിയുത്തല്ല ഉണ്ണി ചാടി മഞ്ഞല്ല കൂട്ടുകാരെ വെണ്ണില്ലേ വീട്ടി നിക്കായ ശാന്തി വരുമ്പേ ഉണ്ണി പന്ത് കളിച്ചണ്ടേ ശാന്തി വരുമ്പേ ഉണ്ണി പന്ത് കളിച്ചണ്ടേ. Okay, very good. Next, ആരാ പാടുന്നേ? Tingle the teacher, our one we were to art. Up but the best, so I in like in the sky. ആണോ? ആരാ? തനുസ്. ഓക്കെ, തനുസ് അൺമ്യൂട്ട് ചെയ്തോ. Johnny, Johnny, and Papa, eating sugar, no Papa, lele, no Papa, ha ha ha. Okay, very good. Next, ആരാ പാടുന്നേ? ആർക്കെങ്കിലും കഥ പറയാൻ ഇഷ്ടമുണ്ടോ? ഓക്കെ, നിഹാര. നിഹാര പറഞ്ഞു. ഒരു കൈ നടാൻ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി, ഒരു കൈ നടാൻ കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു കൈ നടാൻ നൂറ് കിളികൾക്ക് വേണ്ടി, ഒരു കൈ നടാൻ നല്ല നാളേക്ക് വേണ്ടി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, നെക്സ്റ്റ് ആരാ പാടുന്നേ? ജുവാന. കഴിഞ്ഞ ക്ലാസ് പാടാത്ത കുറെ പേരുണ്ടല്ലോ. എന്താ പാടണ്ടേ? ജോണി ജോണി പാപ്പ, കേക്ക് ഷുഗർ പാപ്പ, very nice പാപ്പ, അപ്പേ മൗത്ത് ha ha ha. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാ വേണ്ടത്? കഥയൊന്നും പറയാനില്ല ആർക്കും. ഗായത്രി അനീഷ്. അയ്യപ്പൻ ശങ്കരൻ പണ്ടൊരിക്കൽ കയ്യാലമേലൊന്ന് ചെയ്യുന്നോക്കി. അമ്മ പറഞ്ഞു അയ്യപ്പ ശങ്കര കറയില്ലേ ചക്ക പോലെ പിള്ളവേ. ഓക്കെ, വെരി ഗുഡ്. അയ്യപ്പ ശങ്കരന്റെ പാട്ടാ പാടിയത്. ഓക്കെ, ബ്രാൻചിനാബ് അൺമ്യൂട്ട് ചെയ്തോ. പാടിക്കോ.
ഗുഡ്. നെക്സ്റ്റ് ലാമിയ ഫാത്തിമ. നേരത്തെയും കണ്ടില്ലല്ലോ ആളെ. ലാമിയ അൺമ്യൂട്ട് ചെയ്തേ. ആരൊക്കെയോ അവിടുന്ന് കുട്ടികൾ കളിക്കുന്ന കാണുന്നുണ്ടേ മിസ്സേ. നല്ല മക്കളായി ഇരുന്നേ എല്ലാവരും. പഠിക്കോ ലാമിക്കുട്ടി, പഠിക്കോ. പാടുന്നില്ല. അതെ അല്ലേ, കുഴപ്പം. ദക്ഷിണ, ദക്ഷിണ കുട്ടി പാടിയേ. പാടുന്ന കഥ കഥ കഥയാ പറയുന്നത്. ആ ഓക്കെ ഓക്കെ. കാക്ക പറ. പണ്ട് കാക്കക്ക് ദാഹിച്ചു വരഞ്ഞ് എവിടെ എത്തി? ഒരു വീട്ടിന്റെ മേലെത്തി. വീട്ടിന്റെ മേലെത്തിട്ട് താഴേക്ക് നോക്കുമ്പോ ഒരു ഭരണിയില് വെള്ളം കണ്ടു. വെള്ളം കണ്ടിട്ട് കുറച്ച് കല്ല് കുത്തി കുത്തി ഇട്ടു. എന്നിട്ട് വെള്ളം പൊങ്ങി വന്നു പിടിച്ചു. അവിടെ എവിടെയോ പോയി. ഓക്കെ, അപ്പൊ കാക്ക എന്തുണ്ട്? നല്ല ബുദ്ധി ഉണ്ടല്ലേ. ആ, വെള്ളത്തിലെത്തുന്നുണ്ടായിരുന്നില്ല അല്ലെ, അതുകൊണ്ട് എന്ത് ചെയ്തു? കല്ല് പറക്കിയിട്ടു. കേട്ടോ, ദക്ഷിണ നല്ലൊരു കഥ പറഞ്ഞിട്ടുണ്ടേ. എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ പറയുന്നേ? ഒരു സ്റ്റോറി ആയിരുന്നു നല്ലത്. ആർക്കെങ്കിലും ഇംഗ്ലീഷ് സ്റ്റോറി അറിയോ? നമുക്ക് അടുത്ത ക്ലാസ് മുതൽ ഇംഗ്ലീഷ് സ്റ്റോറി പഠിക്കാം അല്ലേ? ഓക്കെ, ആർക്കറിയാം? ഏതെങ്കിലും ഒരു കഥ പറയൂ ആരെങ്കിലും. ഓക്കെ, നേരത്തെ പാടാത്ത ഒരാളുണ്ട് ഇവിടെ, ആൻഡ്രിയ. ആൻഡ്രിയ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്, പറഞ്ഞോ, പാടിയേ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. നേരത്തെ പാടിയില്ലല്ലോ അല്ലേ? അഞ്ജിത പാടിയിട്ടുണ്ടായിരുന്നു. അഞ്ജിത നേരത്തെ. അഞ്ജിത പ്ലീസ് അൺമ്യൂട്ട്. അഞ്ജിത. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് കശ്യപ്. കശ്യപ് ഷൈജു. പണ്ടൊരു കാട്ടില് ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു. ആ കുറുക്കൻ ഒരു മുന്തിരി കണ്ടു. മുന്തിരി വിരിക്കാൻ നോക്കിയപ്പോൾ കിട്ടിയില്ല. എനിക്ക് വീടിന്റെ അടുത്തേക്ക് പോയി, കോഴിക്കൂടിന്റെ അടുത്തേക്ക്. അപ്പൊ ആടെ നീല വെള്ളം കണ്ടു. കുറുക്കൻ നല്ല വായന് കണ്ടത്. കുറുക്കൻ വിചാരിച്ച് കുറുക്കൻ ആരെ കുറുക്ക ഒളിച്ച് ഇതൊന്നും എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് വെള്ളത്തിൽ പോയി കുളിച്ചു. നോക്കുമ്പോ നീല നിറവായി. എന്നിട്ട് മീങ്ങളെല്ലാം കല്ലിന്റെ ഉള്ളിൽ കൂടി ഓടിച്ചു. ഓക്കെ, കഴിഞ്ഞോ? വെരി ഗുഡ്. ഓ, നെക്സ്റ്റ് ആരാ? ഗൗരി ലക്ഷ്മി. ഗൗരി പാട്. വേഗം പാട്. റെഡി, 1 2 3. പാടിയേ. അയ്യോ, പാടുന്നില്ല.
വേഗം നോക്ക്. ജോണി ജോണി പാട്ട് പാട്. പാട്. ജോണി ജോണി പാട് പോലെ. പാടുന്നില്ല? ഓക്കെ, ഞാൻ അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. അപ്പോഴേക്ക് റെഡി ആവണേ. ഏഞ്ചൽ മരിയ പ്രിൻസ്. ഏഞ്ചൽ മരിയ ഒരു പാട്ട് പാടിയടാ. പാടിയോ? ജ്വാന ഉറങ്ങിയാണോ? ഉറക്കം വരുന്നുണ്ടല്ലേ? ഉറങ്ങിക്കോട്ടെ മോള്. ഏഞ്ചൽ മരിയയും പാട്ട് പാടുന്നില്ലേ? ഇതാ എല്ലാരും നല്ല പാട്ട് പാടുന്നുണ്ടോ? വേഗം പാട്ട് പാടിയ എല്ലാവരും. അപ്പൊ ഏഞ്ചല് വേഗം റെഡി ആവണേ. റിഷാനെ വിളിക്കുവാണ് ഞാനേ. റിഷാൻ കുറെ നേരമായിട്ട് എന്നെ കൈ പൊക്കുന്നുണ്ട് അല്ലേ റിഷാനെ? അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ. കഥ പറയുകയാണെങ്കിൽ കഥ പറഞ്ഞോ, പാട്ട് പാടുകയാണെങ്കിൽ പാട്ട് പാടിക്കോ. റിഷാൻ DM അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, മോൻ അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേടാ? ഞാൻ ദേവേ കേൾക്കുന്നില്ലല്ലോ. ഇവരോട് കൊറോട് പറഞ്ഞാ ഞാൻ വരാണ്ട് കൈകൊണ്ടിക്കണ്ട മിറ്റേ. ഞാൻ ദേവേ പാടിക്കോ. ടീച്ചർ ഞാൻ പറയാം. ഓക്കെ, പാടുന്നില്ല. പറഞ്ഞോ പറഞ്ഞോ. പണ്ട് ഒരു നാട്ടിൽ ഒരു കുരങ്ങൻ ഒരു അത്തിപ്പഴത്തിന്റെ മേലായിരുന്നു താമസം. അവിടെ കുറച്ച് പോയി ഉണ്ടായിരുന്നു. അപ്പോ ഒരു മുതല ദിവസം വന്നു. എന്നിട്ട് കുരങ്ങൻ ചോദിച്ചു നമുക്ക് കുറച്ച് അത്തിപ്പഴം എന്നിട്ട് കൊടുത്തു. എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് കരയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് കൊണ്ടുവരാൻ പോയി. എന്നിട്ട് കുറച്ച് പറഞ്ഞു കുരങ്ങൻ അല്ല മുതല പറഞ്ഞു കരല് തിന്നാനാണ് നിന്റെ കരല് ഇഷ്ടം. അയ്യോ എന്നാ നേരത്തെ കരല് മരത്തില് കെട്ടിവെച്ചിട്ടാ വന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ടോ? കഴിഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. വലിയ കഥയാ പറഞ്ഞു റിഷാൻ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആരാ പറഞ്ഞേ? അൻവി. അൻവി രതീഷ്. Dancing out in the garden. കഴിഞ്ഞോ? ഓക്കെ, കഴിഞ്ഞോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അടുത്ത ആരാ പറഞ്ഞേ? നമ്മുടെ സമയം ഇപ്പൊ കഴിയാറാവേ. അപ്പൊ എന്ത് ചെയ്യുക? ആരും പാടുന്നില്ല ഇനി അല്ലേ? ഉണ്ടോ ഏഞ്ചൽ മരിയ? ഓക്കെ,
അപ്പൊ ഇന്ന് മിസ് പറഞ്ഞ കഥ എന്താ? വലിയ കഥയല്ല പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്കൊരു ഉപദേശം തന്നെയാണ്. എന്ത് ചെയ്യണം? എല്ലാ മക്കളും അനുസരണയോടെ ജീവിക്കണല്ലേ. അച്ഛനും അമ്മയും മുതിർന്നവരും ടീച്ചേഴ്സും ഒക്കെ പറയുന്നത് അനുസരിച്ച് നല്ല മക്കളായി മുന്നോട്ട് പോകണം കേട്ടോ. അങ്ങനെയല്ലേ എല്ലാവരും? നല്ല മക്കളല്ലേ? ഇപ്പൊ നിങ്ങള് ഉച്ചക്ക് ലഞ്ച് കഴിക്കാറുണ്ടോ? അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോ മിസ് പറഞ്ഞതുപോലെയാണോ കഴിക്കാറ്? അല്ല കിടക്കിലെല്ലാം കിടന്ന് കോഫിയിലൊക്കെ കിടന്നിട്ടാണോ കഴിക്കുക? അല്ല. ഓക്കെ, അപ്പൊ എല്ലാം നല്ല മക്കളായി അനുസരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. ബൈ, സി യു. ബൈ. ഓക്കെ, നല്ല മക്കളാവണേ.